പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ടെക്സ്റ്റൈൽസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ കേരളത്തിൽ ഉയർന്ന ശമ്പളത്തിൽ അസിസ്റ്റന്റായി സ്ഥിരജോലി നേടാനുള്ള മികച്ചൊരവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലിയൊഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയാണിത്. അതുപോലെ തന്നെ എക്സ്പീരിയൻസോ മറ്റു യോഗ്യതകളോ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. 69,100 രൂപ വരെ ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ള ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ സെൻട്രൽ സിൽക്ക് ബോർഡ് ഓഫീസിലേക്ക് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. ഇതിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ 2026 ഫേസ് 14 റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ മുഖേനയാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മെയ് 4 ആണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയുടെ പേ ലെവൽ 3 ആണ്. അതായത് 21,700 രൂപ മുതൽ 69,100 രൂപ വരെ ആയിരിക്കും ശമ്പള സ്കെയിൽ. കേന്ദ്ര സർക്കാർ സ്ഥിര ജോലിയാണിത്. അതിനാൽ കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള വിവിധ ആനുകൂല്യങ്ങളും ശമ്പളം കൂടാതെ ലഭിക്കുന്നതാണ്. ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയുടെ പോസ്റ്റ് കോഡ് KK12526 ആണ്. ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് കർണാടക, കേരള സംസ്ഥാനങ്ങളിലായിരിക്കും. ഓൾ ഇന്ത്യ സർവീസ് ലയബിലിറ്റിയും ഉണ്ടായിരിക്കും. ഇനി യോഗ്യതകൾ നോക്കാം. അപേക്ഷിക്കാനുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുള്ളത് മെട്രിക്കുലേഷൻ ആണ്. അതായത് ഉദ്യോഗാർത്ഥി 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. അല്ലെങ്കിൽ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് സെറികൾച്ചറിലുള്ള ഡിപ്ലോമ നേടിയവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മെട്രിക്കുലേഷൻ ലെവലിലുള്ള എക്സാമിനേഷനിലൂടെ ആയിരിക്കും ഉദ്യോഗാർത്ഥികളെ ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. SSCയുടെ ഇതുപോലുള്ള മെട്രിക്കുലേഷൻ ലെവൽ, ഗ്രാജുവേറ്റ് ലെവൽ, ഹയർ സെക്കൻഡറി ലെവൽ തുടങ്ങിയ വിവിധ പരീക്ഷകൾക്കും കേരള PSCയുടെ വിവിധ തസ്തികകളിലെ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/2001നും 1/1/2008നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. കൂടാതെ വിവിധ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മെയ് 4 ആണ്. SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിലേക്ക് അപേക്ഷ ഫീസായി 100 രൂപ കൂടി അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ വനിതകൾ, SC, ST, PWBD, എക്സ് സർവീസ്മാൻ തുടങ്ങിയ വിഭാഗത്തിലുള്ളവർ അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടതില്ല. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഫേസ് 14 റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വിശദമായൊരു വീഡിയോ ഈ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കാണുക. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 മെയ് 4 മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.